ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹീറോ ഡ്യൂറ്റ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തു തന്നതാണ്. എനിക്ക് മുമ്പ് ഒരു മാസം മുമ്പ് സെയിം കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു തന്നിരുന്നു. കിക്കർ അടിക്കുമ്പോൾ താഴുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഈ റാച്ചറ്റ് വീല് അതിൻ്റെ സ്റ്റോപ്പർ പോയിരുന്നതാണ്, അത് വെൽഡ് ചെയ്ത് വെച്ചായിരുന്നാൽ വീണ്ടും അത് കംപ്ലൈൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിക്കർ സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സെക്കൻഡറി ഓപ്ഷൻ മാത്രമാണ്. കിക്കർ മെയിനായിട്ട് സെൽഫിലടിക്കാം. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെയിൻ്റനൻസ് സംബന്ധമായിട്ട് സെൽഫ് അടിച്ച് സ്റ്റാർട്ടായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ചെയ്തേക്കണ ഒരു സംവിധാനമാണ് ഈ കിക്കർ സ്റ്റാർട്ടിങ് എന്നുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൊവ്വാവില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് നോക്കുമ്പോൾ കാണാം ഈ വെറുതെ വീലുകളൊക്കെ ചെറിയ വലിയ ലെങ്ത് ഉള്ള ടൈപ്പ് ഷാഫ്റ്റുകളൊന്നും അല്ല ഇതിനകത്ത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിക്കർ അടിച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് വേണം കിക്കർ അടിക്കാനായിട്ട്. അത് ലോഡ് ചെയ്ത് വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് അടിച്ചാലാണ് അത് കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പം നിലവിൽ ഇതിൻ്റെ ആ ചെയ്തിരുന്ന വെൽഡിങ്ങിൻ്റെ ഭാഗം വീണ്ടും പോയേക്കാണ്. ശരിക്കും അങ്ങനെ വന്ന കേസിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന റാച്ചറ്റ് വീല് ഈ ഇരിക്കുന്ന വീലടക്കം മാറ്റി വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതിപ്പോൾ ഓൾറെഡി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പർ ഒന്നും കൂടി കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്യാം. വെൽഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി റീസെറ്റ് ചെയ്യാം. അപ്പോൾ കിക്കറുമായി ബന്ധപ്പെട്ട കേസ് റെഡി ആയിക്കോളും. വീണ്ടും നമ്മൾ പറയേണ്ട കാരണം എന്ന് വെച്ചാൽ കിക്കർ സ്റ്റാർട്ടിങ് വല്ലപ്പോഴും ഒരിക്കൽ സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ടായി കിട്ടിയില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ. കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ച് ഉറപ്പായിട്ട് കംപ്ലൈൻറ്റ് വരും. കാരണം അതിൻ്റെ ഫിറ്റിങ്സ് ആ രീതിയിലുള്ളതാണ്. സെക്കൻഡറി ഓപ്ഷനാണ് കിക്ക് സ്റ്റാർട്ട് എന്നുള്ളത് സ്കൂട്ടർ മോഡൽ വണ്ടികൾ. ബൈക്കിനെ അപേക്ഷിച്ച് സ്കൂട്ടറിനുള്ള വ്യത്യാസമാണ്. ബൈക്ക് വണ്ടികൾക്ക് കിക്കർ അടിക്കാൻ പ്രശ്നമൊന്നുമില്ല. കാരണം അത് ലെങ്തി ഷാഫ്റ്റ്, കിക്കർ ഷാഫ്റ്റിന് ലെങ്തി ഷാഫ്റ്റ് എഞ്ചിൻ്റെ ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്തതാണ്. ഇത് ഇവിടെ നിന്ന് വരാൻ ചെറിയൊരു ഷാഫ്റ്റ് ഈ വീലിന് വെറുതെ കറക്കി വിടണം. അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഏകദേശം എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു എന്നുള്ളത്. കൂടി ആ ഷാഫ്റ്റിൻ്റെ ലെങ്ത്താണ് ഈ കാണണം കേട്ടോ. അതാണ് മെയിനായിട്ട് സംഭവിക്കുന്ന കേസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് ക്ലിയർ ചെയ്തേക്കാം. ബാറ്ററി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിരുന്നു, സെൽഫൊന്നും എടുക്കുന്നുണ്ടായില്ല. നമ്മൾ കൊണ്ടുവന്ന വണ്ടി ബാറ്ററി ചാർജിലേക്ക് ഇട്ടു. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാനത് ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെയ്തതാണ്, സെയിം കംപ്ലൈൻ്റാണ് റിപ്പീറ്റ് വന്നേക്കുന്നത്. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. നിലവിൽ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ല, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് കാരണം കൊണ്ടാണ് ചാർജ് ഇറങ്ങി പോകണമെന്നുള്ള ദിവസം നോക്കാം. താക്കോലെങ്ങാനും ഓണായി കിടക്കണ്ടോ എന്ന് നോക്കാം. ഇപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കണക്ഷൻ വരുന്ന സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഡിക്കിയുടെ ഉള്ളിൽ തന്നെ ലൈറ്റ് കാര്യങ്ങളതൊക്കെ ഡിസ്കണക്ട് ചെയ്ത് ഇടാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാം. വീണ്ടും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാം. ഓൾറെഡി വണ്ടിയുടെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ, വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണ്. അത് നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടെത്തി ക്ലിയർ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മാസം മുമ്പ് ചെയ്ത വർക്കാണ് റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് വന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കിക്കറിൻ്റെ പ്രശ്നം വന്നേക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കിക്കർ അടിച്ച് ഉപയോഗിച്ചിട്ട് വന്ന മിസ്റ്റേക്കാണ്. അത് സ്കൂട്ടർ മോഡൽ ഞാൻ പറഞ്ഞില്ലേ ആ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊന്നും കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഉള്ളത് ബ്രേക്ക് റെഡിയാക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ആ വീഡിയോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് പോയി കിടക്കുകയാണ്. ആ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറ്റിയതിന് ശേഷം വേണം ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റാനായിട്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം തന്നെ കംപ്ലൈൻറ്റാണ്. ഫ്രണ്ടിലേക്ക് വരുന്ന ഈ കേബിൾ ലോഡായിട്ട് നിൽക്കുകയാണ്, ഈ കേബിൾ ലോഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് നമുക്ക് അഴിച്ച് ബ്രേക്ക് ഷൂ ക്ലീൻ ചെയ്തിട്ടാൽ മതി. പക്ഷേ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ നമുക്ക് മാറ്റി പുതിയത് ഇടണം. അത് കൂടാതെ കൊണ്ട് ഈ ഇരിക്കുന്ന കംപ്ലൈൻറ്റ്, ഈ വീലിൻ്റെ ഷെയ്ക്ക് കാണിക്കുന്ന ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് പാഴുപണിയാണ്, അത് റെഡി ആവില്ല. വീണ്ടും ഇതേ കംപ്ലൈൻറ്റ് ചെയ്ത വർക്ക് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വരേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഗിയർ ബോക്സിൻ്റെ ആ ബെയറിങ് അഴിച്ച് മാറ്റി, ബ്രേക്ക് ലൈനർ മാറ്റി, 3 ബ്രേക്ക് കേബിൾ മാറ്റി, കിക്കറിൻ്റെ കേസ് വെൽഡിങ് കൂടി ചെയ്തിടുമ്പോൾ ഏകദേശം എത്ര വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കൃത്യമായിട്ട് കാണാം, ക്ലിയറായിട്ട് കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗിയർ ബോക്സ് അടക്കം അഴിച്ച് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് അത് റെഡി ആക്കണം എന്നാണ് പറയണതെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് നാളത്തേക്കാണ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം കൂടി നമുക്ക് തരണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ റിപ്ലൈ ഇടണം. റിപ്ലൈ കിട്ടിയാലാണ് വർക്ക് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.